വെൽക്കം ബാക്ക് ടു യുവർ ഗാരേജ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു 10 വർഷത്തോളം പഴക്കമുള്ള ഒരു 1.5 കിലോമീറ്റർ ഓടിയ ഒരു ടൈപ്പ് 2 സ്വിഫ്റ്റ് തന്നെയാണ്. നമുക്കിത് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ റെക്കമെൻഡേഷൻ വഴിയാണ് ഇത് വന്നിരിക്കുന്നത്. നിലവിൽ ഈ വണ്ടി നമുക്ക് വന്നേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ കണ്ടീഷനൊക്കെ കുറച്ച് ഏകദേശം 10 വർഷത്തോളം അതിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഡാമേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിന്റെ ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, റിയർ ബമ്പർ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ടോട്ടലി മേക്ക് ഓവർ ചെയ്ത് ഒരു നല്ലൊരു 16 ഇഞ്ച് വീലും കൊടുക്കുന്നുണ്ട്, അതിന് നല്ലൊരു ടയറും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, ഷാർക്ക് ആൻറ്റിന, അങ്ങനെ കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ്. സീറ്റ് ഇന്റീരിയറിനകത്താണെങ്കിൽ സീറ്റ് കവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഫുള്ളി ഒന്ന് മേക്ക് ഓവർ ചെയ്ത് അവർക്കൊരു പുതിയ പോലെ ഏകദേശം നല്ല രീതി വൃത്തിയായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നിലവിലുള്ള വണ്ടിയുടെ കണ്ടീഷനാണ് ഈ കണ്ടിരിക്കുന്നത്. മറ്റേ ബോഡിയൊക്കെ അത്യാവശ്യം ഒരു ആവറേജ് ബോഡിയേ ഉള്ളൂ. നമ്മളിനി അതെല്ലാം നമ്മുടെ വർക്ക് കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. നിലവിൽ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം. അതിനുശേഷം ബിഫോർ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതിനുശേഷം ആഫ്റ്റർ, അതായത് ഇതിന് ശേഷം വോക്കിന് ശേഷം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഉണ്ടാവും. അപ്പം നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നിന്ന് നമ്മൾക്ക് നമ്മുടെ അടുത്ത് വർക്ക് ചെയ്തിട്ട് പോയ, വണ്ടി ഉള്ളവർ വർക്ക് ചെയ്തിട്ട് പോയ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി നന്ദി ഉണ്ട്. നിങ്ങളെല്ലാവരും ഒരായിരം സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മേജർ ഡാമേജിനെ പറ്റി നമുക്ക് നോക്കാം. ഇതിന്റെ റീപ്ലേസ്മെന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ബമ്പർ നമ്മൾ ഓൾറെഡി ഇതിന് 2-3 തട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എത്ര ഇത് ഷേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് നമുക്ക് കിട്ടത്തില്ല. സോ നമ്മൾ ഫ്രണ്ട് ബമ്പർ നമ്മൾ പ്യൂർലി റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ബമ്പർ ഇടുന്നുണ്ട്. സെയിം ബമ്പർ തന്നെയാണ്, സ്പോർട്സ് കിറ്റ് ഒന്നും അല്ല ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഫെൻഡറിലേക്ക് വരുന്ന സമയത്ത് ഫെൻഡറിൽ അതായത് ഒരു ചെറിയ ഡാമേജ് ഓൾറെഡി ഉണ്ട്. നമ്മൾ ആ ഡാമേജ് റെക്ടിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ പെയിന്റിംഗ് പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ അതായത് ഇത് നൂത്തതിന് ശേഷം ഇതിന് ലൈനിങ് ഉണ്ട്, ഫെൻഡറിന് ലൈനിങ് വരുന്നുണ്ട്. കൂടാതെ തന്നെ ഫെൻഡർ തട്ടിയിട്ടുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലായിരിക്കും നമ്മൾ ഇതിന്റെ ഡെൻഡിങ് പുള്ളറെല്ലാം വെച്ച് നമ്മൾ ചെയ്ത് വൃത്തിയാക്കുന്നത്. ഹെഡ്ലൈറ്റിന് ഓൾറെഡി ഒരു യെല്ലോ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ലുക്ക് കാണുന്ന സമയത്ത് നമുക്ക് ഈ ഇതിന്റെ ഈ ഫ്രണ്ട് നമുക്ക് പ്യുവർലി ഒരു യെല്ലോ ഷെയ്ഡായിരിക്കും. അപ്പോൾ ഒരെണ്ണം യെല്ലോയും ഒരെണ്ണം വൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ വണ്ടി കാണാനുള്ള ഭംഗി ഭയങ്കരമായിട്ട് മോശമാകും, കാരണം ഇത്ര വർഷം പഴക്കമുള്ള സാധനം ആയതുകൊണ്ട്. അപ്പം നമ്മൾ ഇത് മാറിയിട്ട് പുതിയൊരു ഇത് ചെയ്യുന്നുണ്ട്, പുതിയ ഹെഡ്ലൈറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ സൈഡിലേക്ക് വരുമ്പോഴേക്കാണെങ്കിലും നമുക്ക് മേജർ വർക്ക്സ്, അതായത് ശരിക്കും പറഞ്ഞാൽ ലൈനിങ് ആയിട്ട് കിടപ്പുണ്ട്. നമുക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ലൈനിങ് ഉണ്ട്, ബോഡി ലൈനിങ്ങിലൊക്കെ വന്നിട്ട് ഒരുമാതിരി ഡെൻഡേഴ്സും കാര്യങ്ങളും ഉണ്ട്. നേരെ ബാക്കിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ റിയറിൽ ഒരു ചെറിയ ഡാമേജസ് ഉണ്ടായിട്ടുണ്ട്. ഇതും നമ്മൾ ലൈനിങ് സെറ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് എന്താണ് പണ്ട് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ ലുക്ക് വരുന്നത് അതേ ഫിറ്റ്മെന്റ് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ മേലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് മാക്സിമം പുട്ടി വർക്കും കാര്യങ്ങളെല്ലാം മാക്സിമം കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം ബോഡി ക്വാളിറ്റി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഒരു പ്രോസസ്സ് തന്നെ ചെയ്യുന്നത്. ദെൻ ടെയിലൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓൾഡ് ലുക്ക് ടെയിലൈറ്റ് ആണ്. നമ്മൾ ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ടെയിലൈറ്റ് മാറിയില്ലെങ്കിൽ ഒരു ഭംഗിയായിരിക്കും ബാക്ക് ലുക്ക് കാണുമ്പോൾ. അപ്പൊ ടെയിലൈറ്റ് ബാക്ക് ബമ്പർ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. മേജർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിക്കിയാണ്. ഡിക്കിയിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എല്ലാവരുമാര് ക്ലാവ് പിടിച്ച് മൊത്തത്തിൽ ഒരു ഡസ്റ്റ് ആയിട്ട്. കാരണം ശരിക്കും പീസ് പെയിന്റ് ആണ് വന്നത്. നമ്മൾ പിന്നെ അത് മാറ്റിയിട്ട് അവരോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം അതൊരു ഫുൾ ബോഡി പെയിന്റിലേക്ക് കൺവേർട്ട് ആയിട്ട് വൈറ്റ് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് നേരെ മറിച്ച് അവർക്ക് വൈറ്റ് ഇഷ്ടം ഉണ്ടായതിന്റെ പേര് വൈറ്റ് തന്നെ ആക്കി നമ്മൾ മാരുതി സുസുക്കി എല്ലാം റിമൂവ് ചെയ്ത് എസ് മാത്രം കീപ്പ് ചെയ്ത് നേരെ ഡിക്കിയും നൂത്തതിന് ശേഷമായിരിക്കും നമ്മൾ പെയിന്റിങ്ങിൽ പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിലവിലിരിക്കുന്ന ആ ടെയിലൈറ്റ് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് വെള്ളമൊക്കെ കിടപ്പുണ്ട്. കാരണം അത് ഡാമേജ് അവർ ഓൾറെഡി റീപ്ലേസ് ചെയ്യാനുള്ള മൈൻഡ് ഇരുന്നത് കൊണ്ട് നമ്മൾ സ്റ്റോക്ക് തന്നെ റീപ്ലേസ് ചെയ്യാമെന്ന് വെച്ചിരുന്നു. പക്ഷേ ഈ ബാക്ക് ലുക്ക് നമ്മൾ കുറച്ചുകൂടെ ഭംഗിയാക്കുന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഈ സാധനം ഇങ്ങനെ തന്നെ മാറ്റാം, പൂർണ്ണമായി ഡിസ്പോസ് ചെയ്തിട്ട് പുതിയതൊരു ഇടാം എന്ന് വിചാരിച്ചത്. ദെൻ ടയർ 14 ഇഞ്ചാണ് വരുന്നത്. നമ്മളിനി അപ്സൈസ് ചെയ്യാൻ പോകുന്നത് 16 ഇഞ്ചിലേക്ക്. കാരണം 16 ഇഞ്ചിൽ നമ്മളൊരു നീറ്റ് വീലും അതിനകത്തൊരു ടയറുമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിന് 195/55 16 അപ്പോളോ 4G LN 4G എന്ന് പറഞ്ഞൊരു ടയറും അതിന് ശേഷം ഒരു 16 ഇഞ്ച് നല്ലൊരു വീലും ആയിരിക്കും നമ്മൾ ഇതിനെ സ്പെസിഫിക്കലി ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം ബോഡി നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടൊരു വണ്ടിയാണ്. ഒരു ആവറേജ് 50% മാത്രമേ ബോഡി ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മളിനി ഒന്നേന്നാക്കി എടുക്കണം. അപ്പം ഈ വർക്ക് എങ്ങനെയാണെന്നുള്ളൊരു ഫുൾ അപ്ഡേഷൻ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും ഞാൻ കൊടുക്കുന്നതായിരിക്കും. എന്നെ ഫോളോ ചെയ്യുന്നവർ കുറച്ചും കൂടി ഞാൻ എൻ്റെ വർക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് അറിയാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്നതായിരിക്കും.
നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാൻ അതായത് ഇന്റീരിയർ. മോസ്റ്റ്ലി ഇന്റീരിയർ ഒരു 10 വർഷത്തോളം ഉപയോഗിച്ചൊരു വണ്ടിയുടെ ഇന്റീരിയർ ആണ്. അപ്പം സീറ്റ് കവർ എല്ലാം ഡാമേജ് ആയിട്ടുണ്ട്. നമ്മൾ സീറ്റ് കവർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് സ്റ്റിയറിംഗ് വീലിനകത്ത് നമ്മൾ ലെതർ തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കഴിഞ്ഞ് നമ്മുടെ ഡോർ പാഡിനകത്ത് തന്നെയുള്ള ക്ലോത്ത് എല്ലാം റിമൂവ് ചെയ്ത് പുതിയ ക്ലോത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്റീരിയർ നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ബീച്ച് എല്ലാം മോശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്റീരിയർ നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇന്റീരിയർ മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. വേറെ എന്താ പറയുന്നത്, മാക്സിമം എന്താ പറയുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിലാണെങ്കിലും വണ്ടിക്കകത്ത് കയറി ഇരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു പുതുമയുള്ള രീതി കിട്ടുന്ന രീതിയിലാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ കാണാനായി നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ വരുന്നതുവരെ സൈനിങ് ഓഫ് സുബിത്ത്, ഗാരേജ്.